അങ്ങനെ മുംബൈ അടുത്തൊരു മത്സരം ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ജയിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. മുംബൈ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി. ഒരു 4 മാച്ച് മുന്നെയാണ് ഇത് ജയിക്കുന്നതെങ്കിൽ മുംബൈ ഉറപ്പായിട്ടും ഇപ്പോൾ പ്ലേ ഓഫിൽ കടന്നേനെ. ഇന്ന് സൂര്യകുമാർ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. 102 റൺസ് സൂര്യകുമാർ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടി. ഇപ്പോഴത്തെ ഇന്ന് കളി ജയിച്ച് പാണ്ഡ്യ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച് പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു വിജയം ഞങ്ങളെ സംബന്ധിച്ച് സന്തോഷം തരുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി പുറത്തായി, അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള മാച്ചിൽ ജയിക്കണം. പോയിന്റ് ടേബിളിൽ അവസാനം വരുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല. രോഹിത് ശർമ്മ ഞങ്ങളോട് പറഞ്ഞതും അതുതന്നെയാണ്. നമ്മൾ പുറത്തായാലും ടേബിളിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ മാച്ച് ഞങ്ങൾ ജയിച്ചുവെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, അത് സൂര്യകുമാറാണ്. അവൻ ഫോമായില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇന്ന് കളി തോറ്റേനെ. അവൻ ഇങ്ങനെ കളിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. സ്റ്റാർട്ടിങ്ങിൽ അവൻ ഇങ്ങനെ കളിച്ചെങ്കിൽ ഞങ്ങളിപ്പോൾ പ്ലേ ഓഫിലെത്തിയേനെ. പക്ഷെ അവന് പരിക്കായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഫോമാകാതെ ഇരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തിരുത്തി ഇനി അടുത്ത സീസണിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് പാണ്ഡ്യ വ്യക്തമാക്കി. മുംബൈ ആരാധകർ സന്തോഷത്തിലാണ്. പ്ലേ ഓഫിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും സൂര്യകുമാറിൻ്റെ ബാറ്റിംഗ് ഇന്ന് മികച്ചതായിരുന്നു. ഹൈദരാബാദ് ശരിക്കും നാണം കെട്ടു. സൂര്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. സൂര്യ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. പണ്ടൊക്കെ മുംബൈ ടീമിനെ ജയിപ്പിച്ചിരുന്നത് സൂര്യകുമാറായിരുന്നു. അദ്ദേഹം സെൻട്രലുണ്ടെങ്കിൽ മുംബൈ ടീം തോൽക്കാറില്ല. എന്നാൽ ഈ സീസണിൽ സൂര്യയ്ക്ക് പരിക്കായിരുന്നു, അതുകൊണ്ട് താരം കളിച്ചിരുന്നില്ല. പിന്നീട് സൂര്യ വരുമ്പോഴേക്കും മുംബൈ ടീം പ്ലേ ഓഫിൽ നിന്ന് പുറത്തായി. അതാണ് പണിയായത്. എന്നാലും ഇനി വരുന്ന മാച്ചിൽ സൂര്യ അടിച്ചു തകർക്കുമെന്നത് ഉറപ്പാണ്. ഇന്ന് SRH കളി തോറ്റവർക്ക് പണിയായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.